കൊല്ലം ചിതറയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന യുവാവിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. ചിതറ പ്ലാവറ സ്വദേശി രാജേഷിന്റെ മരണകാരണം തലക്കേറ്റ് ക്ഷതമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. ഇതോടെ കൊലക്കുറ്റത്തിന്റെ കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് രാജേഷിനെ വീട്ടിലെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയാരോപിച്ച സമീപവാസികളടക്കം രംഗത്തെത്തിയിരുന്നു. ഞാൻ അവന്റെ റൂമിന്റെ അവിടെ ചെന്നപ്പോൾ ജനൽ തുറന്നു കിടക്കുന്നുണ്ട്. ജനലിനകത്തൊരു കൈലിയും കെട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആ കൈലി മാറ്റി നോക്കിയപ്പോഴാണ് ഇവൻ കാല് രണ്ടും പൊക്കി കൈയും ബേക്കിലോട്ട് കെട്ടി കിടക്കുന്നതാണ്. ഞാൻ അവിടെ കിടന്ന് എല്ലാവരെയും വിളിച്ച്, അപ്പോൾ ജ്യേഷ്ഠച്ചാരൊക്കെ ഇപ്പുറത്താണ് താമസം. അങ്ങനെ അവരെ എല്ലാവരെയും വിളിച്ച് അവരെല്ലാവരും ഓടി വന്നു. അപ്പോഴത്തേക്ക് എന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു. അവരും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് SIയും CAയും എല്ലാവരും എത്തി. അങ്ങനെയാണ് ഇത് നടന്നത്. രാജേഷിനൊപ്പം താമസിച്ചിരുന്ന പാരിപ്പള്ളി സ്വദേശിയായ സ്ത്രീയുടെ ബന്ധുക്കളുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്ത്രീയെ കാണാനില്ലെന്ന് കാണിച്ച കുടുംബം പരാതി നൽകുകയും ഇതിനു പിന്നാലെ രാജേഷിനെ മർദ്ദിച്ച് യുവതിയെ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഈ മർദ്ദനത്തിനിടെ തലയ്ക്ക് ക്ഷതമേറ്റാണ് രാജേഷ് മരിച്ചതെന്നാണ് ആരോപണം. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഇതോടെയാണ് കൊലപാതകമെന്ന സംശയമുയരുന്നത്. തലയോട്ടിയിൽ പൊട്ടലും ശരീരത്തിൽ അടിയേറ്റ പാടുകളുമുണ്ട്. നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ഏരൂർ പോലീസ് കൊലപാതക കുറ്റം കൂടി ഉൾപ്പെടുത്തിയാണ് അന്വേഷണം. പ്രതികളെന്ന് സംശയിക്കുന്നവർ ഒളിവിൽ പോയതായാണ് വിവരം. സമഗ്ര അന്വേഷണം വേണമെന്നും കൊലയാളികളെ എത്രയും വേഗം പിടികൂടണമെന്നുമാണ് രാജേഷിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആവശ്യം. 24 കൊട്ടാരക്കര.